യൂറോപ്പിലുടനീളം ഉഷ്ണതരംഗം ആഞ്ഞടിക്കുകയാണ്. ഇതിന് പിന്നാലെ സർക്കാരുകൾ ഉഷ്ണതരംഗ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ ആളുകൾ വീടുകൾ വിട്ട് പുറത്തിറങ്ങുന്നത് പരമാവധി ഒഴിവാക്കുകയാണ്. അതിനിടെ ബ്രിട്ടന്റെ വിവിധ ഭാഗങ്ങളിൽ താപനില 40 ഡിഗ്രി സെൽഷ്യസിനോട് അടുത്തപ്പോൾ തന്നെ റോഡുകൾ ഉരുകുന്നതും ചില സ്ഥലങ്ങളിൽ കേടുപാടുകൾ സംഭവിക്കുന്നതും ദൃശ്യങ്ങളടക്കം വാർത്തകളിൽ നിറയുകയാണ്. ഈ സാഹചര്യത്തിലാണ് വേനൽക്കാലത്ത് താപനില പതിവായി 45 ഡിഗ്രി സെൽഷ്യസ് കടക്കുന്ന ഇന്ത്യയുമായി ബ്രിട്ടനെയും ഫ്രാൻസിനെയും ഒക്കെ താരതമ്യപ്പെടുത്തിക്കൊണ്ട് നിരവധി പേർ രംഗത്തെത്തിയിരിക്കുന്നത്. ഇതോടെ ഈ വ്യത്യാസത്തിന് പിന്നിലെ പ്രധാന കാരണങ്ങൾ നിരത്തി വിദഗ്ധർ രംഗത്ത് വന്നിട്ടുണ്ട്. റോഡുകളുടെ നിർമ്മാണത്തിൽ ഉപയോഗിക്കുന്ന ബിറ്റുമിന്റെ സ്വഭാവവും നിർമ്മാണ മാനദണ്ഡങ്ങളും ഓരോ രാജ്യത്തിന്റെയും കാലാവസ്ഥയെ ആശ്രയിച്ചാണ് നിശ്ചയിക്കുന്നതെന്ന് അവർ പറയുന്നു. ഇന്ത്യയിൽ വർഷം തോറും കടുത്ത വേനൽ അനുഭവപ്പെടുന്നതിനാൽ തന്നെ ഉയർന്ന താപനിലയെ പ്രതിരോധിക്കാൻ കെൽപ്പുള്ള പ്രത്യേക ഗ്രേഡ് ബിറ്റുമിനാണ് ദേശീയപാതകളിലും പ്രധാന റോഡുകളിലും ഉപയോഗിക്കുന്നത്. ചൂടിൽ ഉരുകാതിരിക്കാനും വലിയ വാഹന ഗതാഗതം പോലും താങ്ങാൻ കഴിയുന്ന രീതിയിലുമാണ് റോഡുകൾ രൂപകൽപ്പന ചെയ്യുന്നത്. എന്നാൽ ബ്രിട്ടനിലെ സ്ഥിതി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്. അവിടെ വർഷത്തിലെ ഭൂരിഭാഗം സമയവും തണുപ്പാണ് അനുഭവപ്പെടുന്നത്. അതിനാൽ തന്നെ തണുത്തുറഞ്ഞ ശൈത്യകാലത്തെ അതിജീവിക്കാനുള്ള വഴക്കത്തിനാണ് റോഡ് എഞ്ചിനീയറിംഗ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്. തണുത്ത കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ബിറ്റുമിനും റോഡ് നിർമ്മാണ രീതികളുമാണ് അവിടെ ഉപയോഗിക്കുന്നത്. ഇതിനായി ഹോട്ട് റോഡ് അസ്ഫോൾട്ട്, ഡെൻസ് അസ്ഫോൾട്ട് കോൺക്രീറ്റ് തുടങ്ങിയ മിശ്രിതങ്ങളാണ് വ്യാപകമായി ഉപയോഗിക്കുന്നത്. ഇവയിൽ ബിറ്റുമിന്റെ അളവ് താരതമ്യേന കൂടുതലും കല്ലുകളുടെ വലിപ്പം ചെറുതുമാണ്. അതിനാൽ തന്നെ റോഡുകൾക്ക് കൂടുതൽ വഴക്കമുള്ള സ്വഭാവം ലഭിക്കുകയും തണുപ്പിൽ വികസന സങ്കോചങ്ങൾ ഉണ്ടായാലും എളുപ്പത്തിൽ പൊട്ടിപ്പോകാതിരിക്കാനും സഹായിക്കുന്നു. 40 ഡിഗ്രിയിലോ അതിനു മുകളിലോ എത്തുന്ന താപനില ബ്രിട്ടനിൽ വളരെ അപൂർവമായി മാത്രം ഉണ്ടാകുന്നതിനാൽ അത്തരം ചൂട് നേരിടാനുള്ള തരത്തിലല്ല അവിടുത്തെ റോഡുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അതിനാൽ തന്നെ കടുത്ത ചൂടിൽ ബിറ്റുമിൻ മൃദുവാകുകയും വാഹനങ്ങളുടെ ടയറുകളിൽ ഒട്ടിപ്പിടിക്കുകയും ഉപരിതലം കേടാകുകയും ചെയ്യും. ഇന്ത്യയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ റോഡുകൾ നിർമ്മിക്കുമ്പോൾ ചൂടിനെ പ്രതിരോധിക്കുന്നതിനാണ് പ്രധാനമായും മുൻഗണന നൽകുന്നത്. അതോടൊപ്പം തന്നെ കനത്ത മഴ, അമിത ഭാരമുള്ള ചരക്കുവാഹനങ്ങൾ, ദീർഘകാല ഉപയോഗം തുടങ്ങിയ ഘടകങ്ങളും പരിഗണിക്കാറുണ്ട്. അതേസമയം ഇന്ത്യയിലെ എല്ലാ റോഡുകളും ഒരുപോലെ ചൂടിനെ പ്രതിരോധിക്കണമെന്നില്ല. നിലവാരമില്ലാത്ത നിർമ്മാണം, കുറഞ്ഞ നിലവാരത്തിലുള്ള ബിറ്റുമിൻ, അമിതഭാരമുള്ള വാഹനങ്ങൾ എന്നിവ കാരണം ചില റോഡുകളിൽ വേനൽക്കാലത്ത് വിള്ളലുകളും ഉപരിതല തകരാറുകളും ഉണ്ടാകാറുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.